DCC പുനഃസംഘടനയിൽ പരസ്യ വിമർശനവുമായി എം ഹസൻ. പുനഃസംഘടനയിൽ ഹൈക്കമാൻഡിന് വീഴ്ച പറ്റി. ഗ്രൂപ്പ് സമവാക്യങ്ങൾ പാലിച്ചില്ലെന്നും ഒരു വിഭാഗത്തിന് അപ്രമാദിത്വം ലഭിച്ചെന്നും ഹസൻ വയനാട്ടിൽ പറഞ്ഞു. പരിചയസമ്പന്നരാണ്, യുവാക്കളാണ്. പക്ഷേ എല്ലാ സമവാക്യങ്ങളും പാലിക്കുന്നതിൽ ഹൈക്കമാൻഡിന് തീർച്ചയായിട്ടും പരാജയം സംഭവിച്ചിട്ടുണ്ട്. കാരണം ഒരു വിഭാഗത്തെ ആ കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള തൃപ്തിയില്ല. AICC ആയി പ്രഖ്യാപിച്ചു വന്നപ്പോൾ ഒരു വിഭാഗത്തിന് അപ്രമാദിത്വമുള്ള ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതിലുള്ള തൃപ്തിക്കുറവ് ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വാശ്രയ കോളേജുകളിലെ ഫീസിനും വേതനത്തിനും വ്യവസ്ഥകൾ വരുത്തുന്നതിനായി സമഗ്രമായ നിയമനിർമ്മാണം നടത്തണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സ്വാശ്രയ കോളേജുകൾ അധ്യാപകർക്ക് മിനിമം വേതനം ഉറപ്പാക്കുകയും സർക്കാർ കോളേജുകളിലേതിന് തുല്യമായ സൗകര്യങ്ങൾ ഒരുക്കുകയും വേണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കോടിയേരി. വിദ്യാർത്ഥികൾക്ക് വാങ്ങുന്ന ഫീസിനും അധ്യാപകന്മാർക്ക് കൊടുക്കുന്ന വേതനത്തിനും അനധ്യാപകന്മാർക്ക് നൽകുന്ന വേതനത്തിനുമൊക്കെ വ്യക്തമായ വ്യവസ്ഥകൾ വരുത്തിക്കൊണ്ടുള്ള ഒരു സമഗ്രമായ നിയമനിർമ്മാണം ഈ സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിൽ കൊണ്ടുവരണം. അതിനാവശ്യമായ നടപടികൾ LDF ഗവൺമെന്റ് മുൻകൈയെടുക്കും. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങളുടെ പിന്തുണ ഗവൺമെന്റ് ഉണ്ടാകണം. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കേസിൽ പുനർവിചാരണയ്ക്ക് ഇറ്റാലിയൻ പരമോന്നത കോടതി ഉത്തരവിട്ടു. കമ്പനി മേധാവിയെ 4 വർഷം തടവിന് ശിക്ഷിച്ചത് മരവിപ്പിച്ച് വീണ്ടും ചോദ്യം ചെയ്യാനാണ് കോടതി ഉത്തരവ്. അതേസമയം നാഷണൽ ഹെറാൾഡ് ഭൂമി ഇടപാട് കേസ് CBIക്ക് കൈമാറാൻ ഹരിയാന സർക്കാർ തീരുമാനിച്ചു. രാഷ്ട്രീയ പകപോക്കലെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിൽ കരാർ നേടിയെടുക്കാൻ ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും കൈക്കൂലി നൽകിയെന്ന് കണ്ടെത്തിയാണ് ഇറ്റാലിയൻ കോടതി നേരത്തെ കമ്പനി മേധാവി ഗീസ ഫോർസിയെ ശിക്ഷിച്ചത്. കമ്പനി CEO ഗീസ ഫോർസിയെ 4 വർഷത്തെ തടവിനാണ് 8 മാസം മുമ്പ് ഇറ്റാലിയൻ കോടതി വിധിച്ചത്. ഇതിന് പിന്നാലെയാണ് ശിക്ഷ മരവിപ്പിച്ച് പുനർവിചാരണ നടത്താൻ ഇറ്റാലിയൻ പരമോന്നത കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ ഇടനിലക്കാരൻ ക്രിസ്ത്യൻ മിഷേലിന്റെ ഡയറി കുറിപ്പിൽ ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ കുടുംബത്തിന് ഇടപാടുറപ്പിക്കാൻ കോടികൾ നൽകിയെന്നും AP എന്ന ആൾക്ക് ഇതിന് ചുക്കാൻ പിടിച്ചെന്നും വെളിപ്പെടുത്തിയിരുന്നു. AP എന്നത് സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി അഹമ്മദ് പട്ടേൽ എന്നാണ് CBI കരുതുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കേസിൽ പുനർവിചാരണ ഇറ്റലിയിൽ നടക്കുക. കരാർ ഉറപ്പിക്കാൻ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയത് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമായിരുന്നുവെന്ന് CBI അറസ്റ്റ് ചെയ്ത വ്യോമസേന മേധാവി കോടതിയിൽ വെളിപ്പെടുത്തിയിരുന്നു. അതേസമയം നാഷണൽ ഹെറാൾഡ് കേസിൽ അസോസിയേറ്റ് ജേർണൽസിന് ഭൂമി വാങ്ങിയ ഇടപാടിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ CBI അന്വേഷണം നടത്താൻ ഹരിയാന സർക്കാർ തീരുമാനിച്ചു. എന്നാൽ രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ തെളിവുകൾ രാഹുൽ ഗാന്ധി പുറത്തുവിടാത്തതിൽ പ്രതിപക്ഷ ഐക്യം തകർച്ചയിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇറ്റലിയിൽ വീണ്ടും പുനർവിചാരണ ആരംഭിക്കുന്നത്. വിചാരണ ഇറ്റലിയിലെങ്കിലും രാഷ്ട്രീയ പ്രതിധ്വനികൾ ഇന്ത്യയിൽ തന്നെയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ദില്ലി എയിംസ് ആശുപത്രിയിൽ രോഗികളെ പിഴിഞ്ഞ ഡിജിറ്റൽ പണമിടപാടുകൾ പ്രോത്സാഹിപ്പിക്കാൻ പുതിയ പരിഷ്കാരം. ആധാർ കാർഡ് ഇല്ലാത്ത രോഗികളുടെ രജിസ്ട്രേഷൻ ഫീസ് 10 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. ആധാർ കാർഡ് ഉടമകൾക്ക് സൗജന്യ രജിസ്ട്രേഷൻ അനുവദിക്കും. പണരഹിത ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രീപെയ്ഡ് കാർഡും ഏർപ്പെടുത്തും. പണരഹിത ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന കേന്ദ്ര സർക്കാർ നയത്തിന് പിന്തുണ നൽകാനാണ് എയിംസിൽ പുതിയ പരിഷ്കാരം നടപ്പാക്കുന്നത്. ആധാർ കാർഡ് ഇല്ലാത്ത രോഗികളുടെ രജിസ്ട്രേഷൻ ഫീസ് 10 ഇരട്ടി കൂട്ടി. നിലവിൽ 10 രൂപയുള്ള സ്ഥാനത്താണ് ജനുവരി 1 മുതൽ 100 രൂപ ഈടാക്കുന്നത്. അതേസമയം ആധാർ കാർഡ് ഉള്ളവർക്ക് രജിസ്ട്രേഷൻ സൗജന്യമാക്കി. രജിസ്റ്റർ ചെയ്ത രോഗികൾക്ക് യൂണിക് ഹെൽത്ത് ഐഡന്റിഫിക്കേഷൻ കാർഡ് നൽകുകയാണ് ഇപ്പോഴത്തെ പതിവ്. UHID നമ്പർ ആധാർ നമ്പറുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള വിജ്ഞാപനം ഇറക്കണമെന്ന് എയിംസ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ പണമിടപാട് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രീപെയ്ഡ് കാർഡും എയിംസ് പുറത്തിറക്കും. ഇന്റർനെറ്റ് ബാങ്കിംഗ് പ്രചരണത്തിനായി 200 കൗണ്ടറുകൾ തുറക്കാനും തീരുമാനമുണ്ട്. ആധാർ കാർഡ് ഇല്ലാത്തവർക്ക് ഫീസ് കുത്തനെ കൂട്ടിയതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. സാംസൺ ബെൽഡേഴ്സ് ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കേസന്വേഷണം കൂടുതൽ സിനിമാ താരങ്ങളിലേക്കും നീളുന്നു. അറസ്റ്റിലായ സിനിമാ താരം ധന്യമേരി വർഗീസ് ഉൾപ്പെടെയുള്ള പ്രതികൾ പലരിൽ നിന്നും തട്ടിയെടുത്ത കോടികൾ ഉപയോഗിച്ച് കൊച്ചിയിലും ബംഗളൂരുവിലും ഭൂമിയും ഫ്ളാറ്റും വാങ്ങിയതായി പോലീസിന് സൂചന ലഭിച്ചു. അതേസമയം കേരളത്തിൽ ഇവർ ഭൂമി വാങ്ങിയിട്ടുണ്ടോ എന്നറിയാൻ രജിസ്ട്രേഷൻ IGക്കും അന്വേഷണ സംഘം അപേക്ഷ നൽകി. സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പേരിൽ ഫ്ളാറ്റുകളും വില്ലകളും നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ ആവശ്യക്കാരിൽ നിന്ന് കോടികൾ തട്ടിയെടുത്ത കേസിൽ പ്രതികളായ നടി ധന്യമേരി വർഗീസിന്റെയും കുടുംബത്തിന്റെയും തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്.
പലരിൽ നിന്നായി ഇവർ തട്ടിയെടുത്ത 130-ലധികം കോടി രൂപ ഉപയോഗിച്ച ധന്യ മേരി വർഗീസും ഭർത്താവും നടനുമായ ജോൺ ജേക്കബും കൊച്ചിയിലും ബാംഗ്ലൂരിലും വസ്തുക്കളും ഫ്ളാറ്റും വാങ്ങിക്കൂട്ടിയതായി പോലീസിന് വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കാനും ഊർജിതമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇവർ ഭൂമിയോ ഫ്ളാറ്റോ വാങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അന്വേഷണ സംഘം രജിസ്ട്രേഷൻ ഐജിക്ക് കത്ത് നൽകി. ഇക്കാര്യത്തിൽ തിങ്കളാഴ്ച കൂടുതൽ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭ്യമാകും. തിരുവനന്തപുരത്ത് ധന്യയ്ക്ക് 3 ഫ്ളാറ്റുകളുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. തങ്ങൾ തട്ടിയെടുത്ത പണം വസ്തുക്കളും ഫ്ളാറ്റുകളും വാങ്ങിക്കാൻ ഉപയോഗിച്ചുവെന്ന് ചോദ്യം ചെയ്യലിൽ 3 പ്രതികളും പറഞ്ഞിട്ടുണ്ട്. ധന്യ മേരി വർഗീസ്, ഭർത്താവും നടനുമായ ജോൺ ജേക്കബ് എന്നിവർ തങ്ങളുടെ താരപരിവേഷം തട്ടിപ്പിനായി പ്രയോജനപ്പെടുത്തി. ധന്യ മേരി വർഗീസ് കമ്പനി ഡയറക്ടർ എന്ന തരത്തിലുള്ള ബ്രൗഷറുകൾ നൽകി തട്ടിപ്പ് നടത്തിയെന്നതും പ്രാഥമിക ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി റിമാൻഡിലുള്ള ധന്യ മേരി വർഗീസ്, ജോൺ ജേക്കബ്, സാമുവൽ ജേക്കബ്, ജേക്കബ് സാംസൺ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങുന്നുണ്ട്. അതേസമയം തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് ചില സിനിമാ താരങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. ഇതിനിടെ ഫ്ളാറ്റ് തട്ടിപ്പിനിരയായവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CPIM പ്രവർത്തകനായിരുന്ന വിഷ്ണുവിനെ കൊലപ്പെടുത്തിയ കേസിൽ വിധി പറയുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 13 പ്രതികൾക്കുമുള്ള ശിക്ഷയാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി വിധിക്കുക. തിരുവനന്തപുരം കൈതമുക്ക് സ്വദേശിയും RSS നഗരകാര്യവാഹകമായ സന്തോഷ്, മണ്ണന്തല കേരളാദിത്യപുരം സ്വദേശി മനോജ് എന്നിവരാണ് പ്രധാന പ്രതികൾ. 2008 ഏപ്രിൽ 1 തിരുവനന്തപുരത്ത് കൈതമുക്ക് പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ വെച്ചാണ് CPIM കളക്ടറേറ്റ് ബ്രാഞ്ച് കമ്മിറ്റി അംഗവും DYFI നേതാവുമായിരുന്ന വഞ്ചിയൂർ സ്വദേശി വിഷ്ണുവിനെ ബൈക്കിലെത്തിയ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. നിലമ്പൂരിൽ പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് നേതാവ് അജിതയുടെ മൃതദേഹം സംസ്കരിച്ചു. പോലീസിന്റെ മേൽനോട്ടത്തിൽ കോഴിക്കോട് വെസ്റ്റ് ഹിൽ ശ്മശാനത്തിലാണ് സംസ്കാരം നടന്നത്. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അജിതയുടെ മൃതദേഹം വെസ്റ്റ് ഹിൽ കോർപ്പറേഷൻ ശ്മശാനത്തിൽ സംസ്കരിച്ചത്. ബന്ധുക്കൾ മൃതദേഹം ഏറ്റെടുക്കുന്നില്ലെന്നറിയിച്ചതിനാൽ സുഹൃത്ത് ഭഗവത് സിംഗ് സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് നിബന്ധനകളോടെ മൃതദേഹം സംസ്കരിക്കാൻ കോടതി ഉത്തരവിട്ടത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങി. തുടർന്ന് പോലീസ് ആംബുലൻസിൽ ശ്മശാനത്തിലെത്തിച്ചു. ഹൈക്കോടതിയിൽ ഹർജി നൽകിയ അജിതയുടെ സുഹൃത്ത് ഭഗവത് സിംഗ്, ഗ്രോവാസു, തുഷാർ നിർമ്മൽ സാരഥി എന്നിവർ സംസ്കാരത്തിലെത്തിയിരുന്നു. കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ 1 മണിക്കൂർ അന്തിമോപചാരം അർപ്പിക്കാൻ പോലീസ് അനുമതി നൽകി. മനുഷ്യാവകാശ പ്രവർത്തകരും തമിഴ്നാട്ടിൽ നിന്നെത്തിയ അജിതയുടെ സുഹൃത്തുക്കളും അന്തിമോപചാരം അർപ്പിച്ച ശേഷമാണ് മൃതദേഹം സംസ്കരിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നാട്ടകം പോളിടെക്നിക് റാങ്കിങ്ങിൽ ഉടൻ അറസ്റ്റുണ്ടായേക്കുമെന്ന് പോലീസ്. അതേസമയം ആരോപണ വിധേയരായ 8 വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു. അറിവിനെ സാമൂഹ്യവൽക്കരിക്കുക എന്ന സുപ്രധാന ദൌത്യമാണ് കേരളത്തിൽ സഭ ഏറ്റെടുത്തതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ സർക്കാർ നടത്തുന്ന യജ്ഞത്തിൽ സഭയുടെ കൂടി പിന്തുണ ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ ജീവചരിത്ര ഗ്രന്ഥമായ ശ്രേഷ്ഠമേ ജീവിതം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ബാവയുടെ ജീവിതം അധസ്ഥിതർക്കായി പോരാടുന്ന എല്ലാവർക്കും ശക്തി പകരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തോമസ് പ്രഥമൻ ബാവ തനിക്ക് ഗുരുസ്ഥാനീയനാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. MP-മാർ, MLA-മാർ, വിവിധ സഭാ മേലധ്യക്ഷന്മാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കത്തോലിക്ക സഭയുടെ ശ്രേഷ്ഠഭാവാസ്ഥാനത്തേക്കുണ്ടായ ഉയർച്ചയുടെ കഥ ആരിലും വിസ്മയം ജനിപ്പിക്കുന്നതാണ്. അർപ്പണബോധവും മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധതയും വറ്റാത്ത മനുഷ്യസ്നേഹവും ഈ ഉയർച്ചയ്ക്ക് പിന്നിലുള്ള അടിസ്ഥാന ഘടകങ്ങളാണ്. ഇന്ധനവില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടി ജനദ്രോഹപരമെന്ന് രമേശ് ചെന്നിത്തല. സർക്കാർ നികുതി വേണ്ടെന്ന് വെച്ച് ജനങ്ങളെ സഹായിക്കണമെന്നും ചെന്നിത്തല തൃശൂരിൽ പറഞ്ഞു. അപ്പോൾ ഇത് മുഖേന ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങളുടെ നോട്ട് പിൻവലിക്കലിലൂടെ വലഞ്ഞ ജനങ്ങളുടെ തലയിൽ വീണ്ടും ഒരു ഇരുട്ടടിയാണ് മോദി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഈ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിന് കിട്ടേണ്ട ടാക്സ് പിൻവലിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറാകണം. അങ്ങനെയെങ്കിലും ഒരു ആശ്വാസം സംസ്ഥാനത്തെ ജനങ്ങൾക്ക് നൽകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. UN സെക്രട്ടറി ജനറലായ ബാൻ കി മൂൺ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റായേക്കുമെന്ന് റിപ്പോർട്ട്. ദക്ഷിണ കൊറിയൻ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാനുള്ള ആവശ്യം ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് മൂൺ പറഞ്ഞു. നിലവിലെ പ്രസിഡന്റ് ഇംപീച്ച് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ അടുത്ത പ്രസിഡന്റ് ആരാകുമെന്ന് ഉറ്റുനോക്കുകയാണ് ദക്ഷിണ കൊറിയ. ഇന്ത്യയിലെ പരിസ്ഥിതി മാധ്യമ പ്രവർത്തകരുടെ സംഘടനയായ
ഫെജിയും ബാംഗ്ലൂർ ആസ്ഥാനമാക്കിയുള്ള വാന ഗവേഷണ ഏജൻസിയായ ഏട്രിയും ചേർന്ന് പരിസ്ഥിതി മാധ്യമ പ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ ഫെജി ഏട്രി മാധ്യമ ഫെലോഷിപ്പ് പീപ്പിൾ TV സീനിയർ ന്യൂസ് എഡിറ്റർ കെ രാജേന്ദ്രന്. കാലാവസ്ഥാ വ്യതിയാനം പശ്ചിമഘട്ട മലനിരകളിൽ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് റിപ്പോർട്ടുകൾ തയ്യാറാക്കിയതിനാണ് അവാർഡ്. 1 ലക്ഷം രൂപയാണ് ഫെലോഷിപ്പ് തുക. സ്ത്രീകൾക്ക് സാധിക്കാത്തതായി ഒന്നുമില്ലെന്ന് തെളിയിച്ച് പാലക്കാട് പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിൽ കിണർ നിർമ്മാണങ്ങൾ പുരോഗമിക്കുന്നു. വനിതാ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കരുത്തിൽ 78 കിണറുകളാണ് യാഥാർത്ഥ്യമാകുന്നത്. ഹരിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 13 കിണറുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. വീട്ടുമുറ്റത്ത് ഉറവ പറ്റാത്തൊരു കിണർ ഏവരുടെയും സ്വപ്നമാണ്. ഇത് യാഥാർത്ഥ്യമാക്കുകയാണ് ശ്രീകൃഷ്ണപുരം പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ ഒരു കൂട്ടം വനിതാ തൊഴിലുറപ്പ് തൊഴിലാളികൾ. 6 പേരടങ്ങുന്ന സംഘം ഒരു കിണർ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നു. കിണർ കുഴിക്കലിൽ വൈദഗ്ധ്യമുള്ളവരല്ല ഇവരാരും. എങ്കിലും 70 മുതൽ 75 വരെ തൊഴിൽ ദിനങ്ങൾ കൊണ്ട് ഒരു കിണർ യാഥാർത്ഥ്യമാവുകയാണിവിടെ. വീട്ടുകാരിൽ നിന്ന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് തൊഴിലാളിയായ രതി പറഞ്ഞു. നമ്മൾ പണിക്ക് പോണതിൻ്റെ മുന്നേ വീട്ടിൽ ആണുങ്ങളുണ്ടെങ്കിൽ അവർ കിണർ പകുതി കുഴിച്ച് തന്നിട്ട് പോകും. പിന്നെ വേറെ എന്തെങ്കിലും സഹായത്തിനൊക്കെ ഉണ്ടേനും ആയുധങ്ങൾ മൂസകൂട്ടായ എല്ലാവരും ചെയ്തു കൊടുന്നു തരും. പാവപ്പെട്ട കുടുംബങ്ങളെ കണ്ടെത്തിയാണ് പദ്ധതി. 38 കിണറുകൾ ഇതിനകം പൂർത്തിയായി. ഹരിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള കിണർ നിർമ്മാണങ്ങൾ പുരോഗമിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയദേവൻ. സ്ത്രീകൾക്ക് പൊതുവെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് സമൂഹം കരുതിയിരുന്ന ഒരു മേഖലയിൽ വിജയകരമായി തങ്ങളുടെ പ്രവൃത്തികൾ നടത്തി സമൂഹത്തിനാകെ പുതിയ മാതൃകയായിരിക്കുകയാണ് ഈ നാട്ടിലെ തൊഴിലാളികൾ എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ അഭിമാനവും സന്തോഷവുമുണ്ട്. സിമന്റോ മണലോ ഉപയോഗിക്കാതെ പഴയ ഓടും മണ്ണും ഉപയോഗിച്ച് നിർമ്മിച്ച കിണർ ഏറെ ആകർഷകമാണ്. 9 മീറ്റർ വരെ ആഴമുള്ള കിണറുകൾ സ്ത്രീ കരുത്തിൽ പൂർത്തിയായവയിലുണ്ട്. കുടിവെള്ളത്തിനായി കുത്തുന്ന ഈ കിണറുകൾ വറ്റാത്ത ഉറവകളായി മാറി ഈ നാടിന്റെ ദാഹമകറ്റട്ടെ. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം പൂക്കോട്ടുകാവിൽ നിന്നും AK ലതീഷ്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിൽ മുൻ വ്യോമസേനാ മേധാവി SP ത്യാഗിയെ റിമാൻഡ് ചെയ്തു. ഡിസംബർ 30 വരെയാണ് ത്യാഗിയെ റിമാൻഡ് ചെയ്തത്. വിവരങ്ങളുമായി മനു ശങ്കർ ചേർന്നുണ്ട്. മനു, വിവരങ്ങൾ. സൗമ്യ, അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിൽ അന്ന് വ്യോമസേനാ മേധാവിയായിരുന്ന SP ത്യാഗി മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തി കരാർ ഉറപ്പിക്കുന്നതിന് കമ്പനിയെ സഹായിച്ചു എന്നാണ് CBI കണ്ടെത്തിയത്. ഇത് സാക്ഷ്യപ്പെടുത്തുന്ന ചില തെളിവുകളും കോടതിയിൽ CBI നൽകിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് 7 ദിവസം CBIയുടെ കസ്റ്റഡിയിൽ വിട്ടിരുന്ന SP ത്യാഗിയെ ഇപ്പോൾ ഡിസംബർ 30 വരെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. SP ത്യാഗി ഒപ്പം SP ത്യാഗിയുടെ ബന്ധു, ഇതോടൊപ്പം അഭിഭാഷകൻ ഗൗതം ഖേത്താൻ എന്നിവരെയാണ് ഈ ഡിസംബർ 30 വരെ റിമാൻഡ് ചെയ്യുന്നതായി ദില്ലി പട്ടേൽ ഹൌസ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ പ്രത്യേക കോടതിയിൽ ഈ SP ത്യാഗിയും അതോടൊപ്പം അഭിഭാഷകനായ ഗൗതം ഖേത്താനും ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. എന്നാൽ CBIക്ക് ഈ ജാമ്യം നൽകുന്ന കാര്യത്തിലുള്ള മറുപടി കേട്ട ശേഷം ഇക്കാര്യം ഈ അടുത്ത ബുധനാഴ്ച കോടതി പരിഗണിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ വ്യോമസേന മേധാവി, ചരിത്രത്തിൽ അപൂർവമായാകും ഇന്ത്യയുടെ വ്യോമസേന മേധാവിയായിരുന്ന ഒരാൾ ഇപ്പോൾ റിമാൻഡിലാകുന്നത്. നേരത്തെ തന്നെ കോടതി മുമ്പാകെ SP ത്യാഗി വെളിപ്പെടുത്തിയിരുന്നത് ഹെലികോപ്റ്ററിന് പറക്കാവുന്ന ഉയരം 6000 മീറ്ററിൽ നിന്ന് 4500 മീറ്ററാക്കി ചുരുക്കിയിരുന്നു. ഇത് വ്യോമസേനയുടെ എതിർപ്പുകൾ നിലനിൽക്കുകയായിരുന്നു ഇത്തരം ഒരു തീരുമാനം കൈക്കൊണ്ടത്. ഇതിന് താനും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന മൻമോഹൻ സിംഗിന്റെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് താൻ എത്തിയത് എന്നാണ് SP ത്യാഗി കോടതിയിൽ വെളിപ്പെടുത്തിയിരുന്നത്. ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിരന്തരം സമ്മർദ്ദം തനിക്ക് മേൽ മാനദണ്ഡങ്ങൾ തിരുത്താൻ ഉണ്ടായിരുന്നു എന്ന് SP ത്യാഗി തന്നെ വെളിപ്പെടുത്തിയിരുന്നെന്ന് അഭിഭാഷകൻ ഗൗതം ഖേത്താനും കോടതിയിൽ അറിയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ SP ത്യാഗിയെ ഡിസംബർ 30 വരെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. സൗമ്യ, മനുശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് വളരെ വേഗം എത്താം. ബോധ്യവും ഉത്തരവാദിത്വമുള്ള തീർത്ഥാടനം, ഇതാണ് ശബരിമലയിൽ പുണ്യം പൂങ്കാവനം പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. അയ്യപ്പന്റെ പൂങ്കാവനത്തെ മാലിന്യമുക്തമാക്കുന്നതിനായി ആയിരങ്ങളാണ് പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ ഭാഗമായി ഓരോ വർഷവും പ്രവർത്തിക്കുന്നത്. മാലിന്യമുക്തമായ തീർത്ഥാടനമെന്ന ലക്ഷ്യത്തോടെ സന്നിധാനത്ത് അയ്യപ്പ ഭക്തന്മാരാൽ നടക്കുന്ന ശുചീകരണ പ്രവർത്തനമാണ് പുണ്യം പൂങ്കാവനം പദ്ധതി. ജഡ്ജി മുതൽ തെരുവോരങ്ങളിൽ ജോലി ചെയ്യുന്നവർ വരെ ശബരിമലയിലെത്തിയാൽ ഇതിന്റെ ഭാഗമാകും. മാലിന്യം കൊണ്ട് വീർപ്പുമുട്ടുന്ന ശബരിമലയുടെ മുഖഛായ തന്നെ മാറ്റിമറിക്കാൻ പോന്നതാണ് പദ്ധതി. പുണ്യം പൂങ്കാവനത്തിന്റെ നോഡൽ ഓഫീസർ P. വിജയൻ IPS. ഇനിയും കുറെ കാലം കൂടെ ഒക്കെ കഴിയുമ്പോൾ ഓരോരോ അയ്യപ്പ ഭക്തന്റെ മനസ്സിൽ ഇവിടെ ഒരു തുണ്ട് വേസ്റ്റ് പോലും ഇടരുത് എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളുടെ ശ്രദ്ധിക്കുന്ന കാര്യം.
കേവലമായ മാലിന്യ നിർമ്മാർജ്ജനം മാത്രമല്ല പദ്ധതിയുടെ ലക്ഷ്യം. ബോധവൽക്കരണം മുതൽ പുതിയ തീർത്ഥാടന സംസ്കാരം രൂപപ്പെടുത്തുന്നതിലും പദ്ധതി ശ്രദ്ധ പതിപ്പിക്കുന്നു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും അനാവശ്യമായി അയ്യപ്പ ഭക്തർ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക്കുകൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പദ്ധതിക്കായിട്ടുണ്ട്. വരും വർഷങ്ങളിൽ മാലിന്യമുക്ത ശബരിമല എന്നത് യാഥാർത്ഥ്യമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പദ്ധതിയുടെ പിന്നണി പ്രവർത്തകർ. ന്യൂസ് ബ്യൂറോ, ശബരിമല. കാസർഗോഡ് ചീമേനിയിലെ സൈബർ പാർക്ക് നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മുൻ LDF സർക്കാരിന്റെ കാലത്ത് അനുവദിച്ച സൈബർ പാർക്കിന്റെ നിർമ്മാണം UDF സർക്കാർ പൂർണ്ണമായി ഉപേക്ഷിക്കുകയായിരുന്നു. സൈബർ പാർക്ക് പദ്ധതി നടപ്പാക്കാൻ LDF സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. മുൻ LDF സർക്കാരിന്റെ കാലത്താണ് കാസർഗോഡ് ചീമേനിയിൽ കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ വിട്ടുകൊടുത്ത 100 ഏക്കറോളം വരുന്ന സ്ഥലത്ത് സൈബർ പാർക്കിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. IT മേഖലയിൽ ഉത്തരമലബാറിലെ വലിയ വ്യവസായ സംരംഭമായി കണക്കാക്കിയ ഈ സൈബർ പാർക്കിനെ UDF സർക്കാർ പൂർണ്ണമായി അവഗണിച്ചു. ഇവിടെ മറ്റെന്തെങ്കിലും വ്യവസായം മതി എന്ന നിലപാടിലായിരുന്നു അന്നത്തെ വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ചീമേനിയിലെ ഒരു IT പാർക്കല്ല, അതിൽ ലോജിക്കില്ല. ചീമേനിയിൽ ആലോചിച്ചു എന്നുള്ളത് ശരിയാണ്. ചീമേനിയിൽ കുറച്ചും കൂടി വലിയ പ്രോജക്റ്റ് കൊണ്ട് എന്നാൽ പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന ഉറച്ച നിലപാടാണ് LDF സർക്കാർ കൈക്കൊണ്ടത്. UDF സർക്കാർ ചുറ്റുമതിലിന്റെ നിർമ്മാണം മാത്രമാണ് പൂർത്തിയാക്കിയത്. LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് നിർമ്മാണം തുടങ്ങിവെച്ചെങ്കിലും 2 മാസമായി പ്രവൃത്തി കരാറുകാർ നിർത്തിവച്ചിരിക്കുകയാണ്. നിർമ്മാണം നിർത്തിവെച്ചതിൽ നാട്ടുകാർ ആശങ്കയിലാണ്. കഴിഞ്ഞ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ തറക്കല്ലിട്ട് അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDF സർക്കാർ മുന്നോട്ട് പോവുകയും തുടർന്ന് അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ചീമേനിയിൽ IT പാർക്ക് പോലും വേണ്ട എന്ന തരത്തിലുള്ള പ്രഖ്യാപനമാണ് നടത്തിയത്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ പണി ആരംഭിച്ച് IT പാർക്ക് ത്വരിതഗതിയിൽ ഇതിന്റെ പ്രവർത്തനം തുടങ്ങി LDF സർക്കാർ മുന്നോട്ട് പോകും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. വ്യാവസായികമായി പിന്നോക്കം നിൽക്കുന്ന ജില്ലയാണ് കാസർഗോഡ്. ചീമേനി സൈബർ പാർക്ക് പദ്ധതിയെ വളരെ പ്രതീക്ഷയോടെയാണ് നാട്ടുകാർ കാത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സർവകാല സാമൂഹ്യ ഉത്തരവാദിത്ത പദ്ധതിയുടെ ഭാഗമായി ആവിഷ്കരിച്ച SIB സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. E. ശ്രീധരനാണ് 42 വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തത്. കുട്ടികൾ, സ്ത്രീകൾ, പ്രായമായവർ, ഭിന്നശേഷിയുള്ളവർ തുടങ്ങിയവരുടെ തൊഴിൽപരമായ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനും ഉപജീവനം സാധ്യമാക്കുന്നതിനുമുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കോളർഷിപ്പ് ആരംഭിച്ചത്. ചടങ്ങിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് MDയും CEOയുമായ VG മാത്യു, ജനറൽ മാനേജർ VL പോൾ, ശിവകുമാർ തുടങ്ങിയവർ സംസാരിച്ചു.